SBI ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന SBI ബാങ്കിന്റെ ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുത്തിരിക്കുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് SBIയുടെ ഭാഗത്ത് നിന്ന്. അപ്പോൾ ഈ വീഡിയോയിൽ ഈ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചിട്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. കുറച്ച് ഈസി അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം സ്റ്റാമ്പ്സും കൂടി വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഈ കാർഡിന്റെ എലിജിബിലിറ്റി ആൻഡ് ഡോക്യുമെന്റ്സ് എന്തൊക്കെ റിക്വയർ ചെയ്ത് നമുക്ക് നോക്കാം. എലിജിബിലിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 21 വയസ്സ് മുതൽ 70 വയസ്സുള്ള ആൾക്കാർക്കാണ് ഈ കാർഡ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. സാലറിഡ് ആയിട്ടുള്ള ആൾക്കാർക്കും സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഈ കാർഡ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സാലറിഡ് ആയാലും സെൽഫ് എംപ്ലോയിഡ് ആയാലും റെഗുലർ സോഴ്സ് ഓഫ് ഇൻകം ആണ് പറയുന്നത്. 750 മേലെ സിബിൽ സ്കോർ ആണ് എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത്. ഈ എലിജിബിലിറ്റി ഒക്കെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് വരുന്നത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് റിക്വയർ ആയിട്ടുള്ളത് നോക്കാം. 3 ഡോക്യുമെന്റ്സ് ആണ് മെയിൻലി നമുക്ക് വേണ്ടത്. പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി, പ്രൂഫ് ഓഫ് അഡ്രസ് ആൻഡ് പ്രൂഫ് ഓഫ് ഇൻകം. പ്രൂഫ് ഓഫ് ഐഡന്റിറ്റിയുടെ കേസിൽ നമുക്ക് ആധാർ കാർഡ് സബ്മിറ്റ് ചെയ്യാം, പാൻ കാർഡ് സബ്മിറ്റ് ചെയ്യാം. നമ്മുടെ ഇത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പ്രൂഫ് ഓഫ് അഡ്രസ്സിന്റെ കേസിൽ നമുക്ക് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ ആധാർ കാർഡിനെ സബ്മിറ്റ് ചെയ്യാം. ആധാർ കാർഡ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് യൂട്ടിലിറ്റി ബില്ല് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. യൂട്ടിലിറ്റി ബില്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പ്രൂഫ് ഓഫ് ഇൻകത്തിന്റെ കേസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാലറിഡ് ആയിട്ടുള്ള എംപ്ലോയി ആണെങ്കിൽ ലേറ്റസ്റ്റ് സാലറി സ്ലിപ്പാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ ലാസ്റ്റ് ഇയർ ITR സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് 3 മന്തിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൂടി പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. SBI ക്യാഷ് ബാക്ക് കാർഡ് എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഈ വീഡിയോയുടെ അടിയിൽ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ് പോവുക. SBIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ആ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എലിജിബിലിറ്റി ഒക്കെ നിങ്ങൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ടും അതേപോലെ തന്നെ മെയിലായിട്ടും വരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഈ മെസ്സേജ് മെയിലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ചെയ്യേണ്ടി വരിക വീഡിയോ KYCയും അതുപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനാണ്. വീഡിയോ KYC ചെയ്യാനായിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്പ് യൂസ് ചെയ്യാം. വീഡിയോ വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 7 തൊട്ട് 10 ദിവസത്തിനുള്ളിൽ നമ്മുടെ കാർഡ് നമ്മുടെ ഡെലിവർ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസ്, ഈ ഇടയ്ക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ അധികം സ്പാം മെയിൽസ് അതുപോലെ സ്പാം മെസ്സേജസ് ഒക്കെ നമ്മുടെ ഫോണിലേക്ക് വരുന്നുണ്ട്. 2 ലക്ഷം രൂപ നമ്മുടെ കാർഡ് അപ്രൂവ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർഡ് അപ്രൂവ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ലിങ്ക്സ് ഒന്നും ക്ലിക്ക് ചെയ്യാണ്ടിരിക്കാൻ മാക്സിമം നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഒഫീഷ്യൽ ലിങ്ക് വഴി തന്നെ കാർഡ് എടുക്കാനായിട്ട് മാക്സിമം നോക്കുക. SBI ക്യാഷ് ബാക്ക് കാർഡിന്റെ ജോയിനിങ് ഫീ ആൻഡ് ആനുവൽ ഫീ എങ്ങനെയാണെന്ന് നോക്കാം. ജോയിനിങ് ഫീ ആയിട്ട് നമുക്ക് വരുന്നത് 999 രൂപ പ്ലസ് ടാക്സ് ആണ്. ആനുവൽ ഫീ ആയിട്ട് വരുന്നതും 999 രൂപ പ്ലസ് ടാക്സ് ആണ്. ജോയിനിങ് ഫീ ആയിട്ടുള്ള 999 പ്ലസ് ടാക്സ് ടോട്ടലി നമുക്ക് വരുന്നത് 1180 രൂപയാണ്. 1180 രൂപയ്ക്ക് ഈ കാർഡ് വെർത്ത് ആണോ എന്നുള്ളത് നമ്മൾ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സ്റ്റേ ട്യൂൺ. ഒരു കാര്യം ശ്രദ്ധിക്കാനായിട്ടുണ്ട്, ആനുവൽ ഫീസ് ആയിട്ടുള്ള 999 രൂപ പ്ലസ് GST നമ്മൾ 2 ലക്ഷം രൂപ ഈ കാർഡ് വഴി ഒരു വർഷം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫീ വേവ് ഓഫ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്കിനി നോക്കാം, ഈ കാർഡിന്റെ ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ കാർഡ് വഴി നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 5% ഓഫാണ് നമുക്ക് കിട്ടുന്നത്. മെർച്ചന്റ് റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാത്ത രീതിയിലാണ് നമുക്ക് ഈ ഓഫർ വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിഗ്ഗിയിലായാലും സൊമാറ്റോയിലായാലും ആമസോണിലായാലും ഫ്ലിപ്കാർട്ടിലായാലും മിൻട്രയിലായാലും ഊബറിലാണെങ്കിലും നമുക്ക് എവിടെ വേണമെങ്കിലും ഈ കാർഡ് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. 5% ഓഫ് നമുക്ക് ഈ ഓൺലൈൻ എല്ലാ വെബ്സൈറ്റിലും കിട്ടുന്നതായിരിക്കും. നോർമൽ സ്പെൻഡിന് നമുക്ക് 1% ആണ് ക്യാഷ് ബാക്ക് വരുന്നത്. യൂട്ടിലിറ്റി ബില്ലായ ഇലക്ട്രിസിറ്റി ബില്ല്, ടെലിഫോൺ ബിൽ, വൈഫൈ ബിൽ എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. 1% ആണ് ഇതിനൊക്കെ ക്യാഷ് ബാക്ക് വരുന്നത്. ഒരു മാസം നമുക്ക് കിട്ടിയ ക്യാഷ് ബാക്ക് ഒക്കെ നമ്മുടെ അടുത്ത മാസത്തെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിലേക്കാണ് ജനറേറ്റ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റിവാർഡ് ബേസ്ഡ് ക്രെഡിറ്റ് കാർഡ് അല്ല, ഒരു ക്യാഷ് ബാക്ക് ബേസ്ഡ് ക്രെഡിറ്റ് കാർഡാണ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് 500 രൂപയാണെങ്കിൽ നെക്സ്റ്റ് മന്ത് സ്റ്റേറ്റ്മെന്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ 500 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക. ഇതൊന്നും കൂടാതെ നമുക്ക് 1% ഫ്യൂവൽ സർചാർജ് വേവറും കൂടി ഈ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മിനിമം ട്രാൻസാക്ഷൻ 500 രൂപ തൊട്ട് മാക്സിമം ട്രാൻസാക്ഷൻ 3000 രൂപ വരെയുള്ള ട്രാൻസാക്ഷനിലാണ് നമുക്ക് 1% ഫ്യൂവൽ സർചാർജ് വേവർ വരുന്നത്. മന്ത്ലി നമുക്ക് 100 രൂപയാണ് ക്യാപ്പ് വരുന്നത്. SBI ബാങ്കിന്റെ ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡ് വഴി നമുക്ക് ഫോറിൻ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. 3.5% പ്ലസ് GST ആണ് ഇതിന് വരുന്ന ചാർജ്. ടോട്ടൽ നമ്മൾ GST കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിയുമ്പോൾ 4.13% ആയിരിക്കും നമ്മൾ ഫോറിൻ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഫീസ്. SBIയുടെ ക്യാഷ് ബാക്ക് കാർഡ് 24 മില്യൺ ഔട്ട്ലെറ്റിലാണ് വേൾഡിൽ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3.25 ലക്ഷം ഔട്ട്ലെറ്റിലാണ് ഈ കാർഡ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഈ ഫീച്ചേഴ്സ് ഒക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഈ കാർഡ് അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതുവഴി അപ്ലൈ ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക. SBI ബാങ്കിന്റെ ഈ കാർഡ് നമുക്ക് അപ്രൂവ് ആയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് SBI കാർഡ്സ് എന്നുള്ളത്. ഈ SBI കാർഡ്സ് വഴി നമുക്ക് നമ്മുടെ ട്രാൻസാക്ഷൻ ഒക്കെ മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ എത്ര രൂപയുടെ ക്യാഷ് ബാക്ക് നമുക്ക് ജനറേറ്റ് ചെയ്തെന്നുള്ള സ്റ്റേറ്റ്മെന്റും അതിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആപ്പ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക. SBI ക്യാഷ് ബാക്ക് കാർഡിന്റെ ബോണസ് ടിപ്സ് നമുക്ക് നോക്കാം. ഈ കാർഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് 2 ആഡ് ഓൺ കാർഡ് കൂടി എടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്.
ഈ 2 ആഡ് ഓൺ കാർഡിന് നമുക്ക് ചാർജസ് ഒന്നും പിടിക്കുന്നതല്ല. ലൈഫ് ടൈം ഫ്രീ പോലെ തന്നെ അവർക്ക് ആ കാർഡ് യൂസ് ചെയ്യാം. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനാണ് ഈ കാർഡ് നമുക്ക് എടുത്തു കൊടുക്കാനായിട്ട് പറ്റുന്നത്. SBI ബാങ്കിൻ്റെ ക്യാഷ് ബാക്ക് കാർഡ് നിങ്ങൾ എപ്പോഴും പേയ്മെൻറ്റ് ഓൺ ടൈമായിട്ട് ചെയ്യാനായിട്ട് നോക്കുക. പേയ്മെൻറ്റ് ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാർഡിൽ വരുന്ന ഇൻട്രസ്റ്റ് 3.25% ആണ്. ഇത്രയും വലിയൊരു ഇൻട്രസ്റ്റ് ഇയർലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 42% വരും. 42% ആണ് നമ്മൾ കറക്റ്റായിട്ട് ഈ കാർഡ് പേയ്മെൻറ്റ് ഡ്യൂ വരുത്തി കഴിഞ്ഞാൽ വരുന്നത്. അപ്പോൾ ഓൺ ടൈമായിട്ട് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക. ഏതൊക്കെ ട്രാൻസാക്ഷനാണ് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടാത്തത് നമുക്ക് നോക്കാം. ഫ്യൂവൽ പേയ്മെന്റ്, മെർച്ചന്റ് EMI, ബാലൻസ് ട്രാൻസ്ഫർ, ഫ്ലെക്സി പേ, വാലറ്റ് ലോഡിംഗ്, ഫ്യൂവൽ ട്രാൻസാക്ഷൻ, ജ്വല്ലറി പേയ്മെന്റ്, ഇൻഷുറൻസ് പേയ്മെന്റ്, സ്കൂൾ ആൻഡ് എഡ്യൂക്കേഷൻ പേയ്മെന്റ്. ഈ പേയ്മെന്റ്സിനൊന്നും നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നില്ല. SBIയുടെ ക്യാഷ് ബാക്ക് കാർഡിന് എത്രയാണ് മന്ത്ലി ക്യാപ്പ് വരുന്നത് നമുക്ക് നോക്കാം. നമുക്ക് മന്ത്ലി 5000 രൂപയുടെ ക്യാപ്പാണ് ഈ കാർഡിന് വരുന്നത്. ഈ 5000 രൂപയിൽ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ സ്പെൻഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അൺലിമിറ്റഡ് ആയിട്ടുള്ള 1% ക്യാഷ് ബാക്ക് അല്ല ഈ കാർഡിന്റെ കൂടെ ഓഫ്ലൈൻ സ്പെൻഡിന് വരുന്നത്. ഓൺലൈൻ സ്പെൻഡിനും ഓഫ്ലൈൻ സ്പെൻഡിനും 5% ക്യാഷ് ബാക്ക് ഓൺലൈൻ സ്പെൻഡ് ആൻഡ് 1% ക്യാഷ് ബാക്ക് അതർ ട്രാൻസാക്ഷൻ വരുന്നതിൽ ടോട്ടൽ വരുന്നത് 5000 രൂപയാണ് മാക്സിമം ഒരു മാസം നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റുക. നമുക്ക് അങ്ങനെയാണെങ്കിൽ എത്ര രൂപ ഒരു മാസം സ്പെൻഡ് ചെയ്യണം നോക്കാം. ടോട്ടൽ ക്യാഷ് ബാക്ക് ആയിട്ടുള്ള 5000 കിട്ടണമെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണെങ്കിൽ നിങ്ങൾ മിൻട്രയിൽ നിന്ന് 1 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് മേടിച്ചെന്ന് വിചാരിക്കുക. 5% ക്യാഷ് ബാക്ക് ആണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 5000 രൂപയുടെ കിട്ടി. ഇനി ഓഫ്ലൈൻ സ്പെൻഡിന്റെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസം 5 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്താലാണ് നമുക്ക് 1% ക്യാഷ് ബാക്ക് ആയിട്ടുള്ള 5000 രൂപ കിട്ടുക. SBI ബാങ്കിന്റെ ഈ ക്യാപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 5000 രൂപയുടെ ക്യാപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പമില്ലാന്നാണ് എനിക്ക് പറയാനുള്ളത്. 5000 രൂപയുടെ ക്യാഷ് ബാക്ക് കിട്ടണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ SBI ബാങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു സിനാരിയോ നോക്കാം. നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് വഴി 90000 രൂപയുടെ പർച്ചേസ് നടത്തി. നമുക്ക് 5% ക്യാഷ് ബാക്ക് ആയിട്ടുള്ള 4500 രൂപ കിട്ടി. ഓഫ്ലൈൻ സ്പെൻഡ് ആയിട്ട് 60000 രൂപ സ്പെൻഡ് ചെയ്തു ആ മാസം തന്നെ. നമുക്ക് അപ്പോൾ കിട്ടുന്ന ക്യാഷ് ബാക്ക് 600 രൂപയാണ്. ടോട്ടൽ നമ്മൾ കൂട്ടി കഴിഞ്ഞാൽ 5100 രൂപയാണ് ക്യാഷ് ബാക്ക് ആയിട്ട് നമുക്ക് കിട്ടാമെന്ന് തോന്നുന്നത്. ബട്ട് 5000 രൂപയാണ് നമുക്ക് മന്ത്ലി ക്യാപ്പ് വരുന്നത്. അപ്പോൾ അതിനുശേഷം വരുന്ന ക്യാഷ് ബാക്സ് ഒന്നും നമുക്ക് ക്രെഡിറ്റ് ആവില്ല. നിങ്ങൾക്ക് ഇത്രയും ഭാഗം കണ്ടിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 1180 രൂപ ഞാൻ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കാർഡ് എടുത്തു കഴിഞ്ഞാൽ ഇത് വെറുത്താണോ എന്നുള്ളതാണ്. നമ്മൾ കൂടുതൽ ട്രാൻസാക്ഷൻ ചെയ്യുന്നത് ഓൺലൈനിലാണെങ്കിൽ ഈ കാർഡ് തീർച്ചയായിട്ടും വെറുത്താണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ SBI കാർഡിൻ്റെ കേസ് മാത്രം നോക്കിയാലല്ല, എൻ്റയർ കാർഡ് സെഗ്മെൻറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 5% ക്യാഷ് ബാക്ക് വിത്തൗട്ട് മെർച്ചൻറ്റ് റെസ്ട്രിക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാർഡ് ഉള്ളത് ആ കൂടി SBIയുടെ ക്യാഷ് ബാക്ക് കാർഡിനാണ്. ഇപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ആമസോണിൽ പർച്ചേസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഫ്ലിപ്കാർട്ടിൽ പർച്ചേസ് ചെയ്യുന്നുണ്ട്, ഇനി നിങ്ങൾ മിൻട്രയിൽ പർച്ചേസ് ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും ഓൺലൈൻ വെബ്സൈറ്റ് ആയിക്കോട്ടെ, ഇതിലൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ ആമസോൺ കാർഡ് എടുക്കേണ്ടതായിട്ട് ആവശ്യം വരുന്നില്ല. ഫ്ലിപ്കാർട്ടിനാണെങ്കിൽ ഫ്ലിപ്കാർട്ട് കാർഡ് എടുക്കേണ്ടതായിട്ട് ആവശ്യം വരുന്നില്ല. ഈ ഒരു കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും കൂടിയിട്ടുള്ളൊരു പാക്ക് തന്നെയായി. നമുക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ കാർഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 5% ക്യാഷ് ബാക്ക് ആണ് വരുന്നത്. ആമസോൺ കാർഡിൽ നമുക്ക് 5% ക്യാഷ് ബാക്ക് ആണ്. ബട്ട് നിങ്ങളൊരു നോൺ പ്രൈം കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് 3% ക്യാഷ് ബാക്ക് കിട്ടുള്ളൂ. ബട്ട് ഈ കാർഡിൽ അങ്ങനത്തെ കണ്ടീഷൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഈ കാർഡ് വെച്ച് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5% ക്യാഷ് ബാക്ക് ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ കാർഡ് എങ്ങനെ നോക്കിയാലും വെറുതെ തന്നെയാണ്. ഇനി ഓഫ്ലൈൻ ട്രാൻസാക്ഷൻ ചെയ്താൽ നമുക്ക് 1% ക്യാഷ് ബാക്കും കിട്ടുന്നുണ്ട്. ഈ കാർഡ് വഴി നമ്മൾ 2 ലക്ഷം രൂപ ഇയർലി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേവ് ഓഫും കൂടി കിട്ടുന്നുണ്ട്. ഈ വേവ് ഓഫ് കിട്ടുന്ന കൂട്ടത്തിൽ നമുക്ക് 10000 രൂപയുടെ ക്യാഷ് ബാക്ക് ആണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നത്. അതും 10000 രൂപ റിയൽ മണി. നമുക്ക് റിവാർഡ് പോയിന്റ്സ് ആയിട്ടും നല്ല കിട്ടുന്നത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും നമുക്ക് ഈ കാർഡ് വെറുതെ തന്നെയാണ്. ഇനി ഇത്ര പോപ്പുലർ ആയിട്ടുള്ള SBI ക്യാഷ് ബാക്ക് കാർഡ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളുടെ എലിജിബിലിറ്റി എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കേസ് നിങ്ങളൊന്ന് നോക്കിയേക്കുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഡിലേ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഈ കാർഡ് കുറച്ചും കൂടി ട്രെൻഡിങ് ആയിട്ടുള്ള കാർഡാണ് SBIയുടെ ഭാഗത്തു നിന്നുള്ളത്. ക്രെഡിറ്റ് കാർഡ് വീഡിയോസ് ഒക്കെ കാണാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനലിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്രെഡിറ്റ് കാർഡ്സിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ അമേരിക്കൻ എക്സ്പ്രസിൻ്റെ കാർഡ്സിലൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ റെഫർ ചെയ്ത് നോക്കാം. അതുപോലെ നിങ്ങൾക്ക് കാർഡ് എടുക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ആ വീഡിയോയുടെ എല്ലാത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഞാൻ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.